ഇവിടെ റെക്ക ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിനെ ആരോ റേപ്പ് ചെയ്ത് കൊന്നതിന് ശേഷം അവളുടെ അടുത്ത് തന്നെ ഒരു മുല്ലപ്പൂ വെച്ച് പോകുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിലും ഇവർ ഇങ്ങനത്തെ പെണ്ണാണെന്നും പറഞ്ഞ് ആ ഒരു പോലീസുകാര് കംപ്ലൈന്റ് എടുക്കുന്നില്ല. സന്ധ്യ ഒരു മീഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾക്ക് ഈ ഒരു ക്രൈം കേസ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവളുടെ വീട്ടില് ഒറ്റ മകളായിരുന്നു സന്ധ്യ. കല്യാണ വയസ്സായിട്ട് പോലും അവൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവൾക്ക് ഓഫീസിൽ ബോബി എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. തന്റെ അനിയത്തിയെ പോലെയാണ് ബോബിയെ സന്ധ്യ കാണുന്നത്. സന്ധ്യയുടെ കൂടെ ഒരു ബ്രോഡ്കാസ്റ്റ് തുടങ്ങി അത് ജനങ്ങൾക്കിടയിൽ എത്തിക്കണം എന്നായിരുന്നു ബോബിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. മീഡിയയില് സന്ധ്യയുടെ ഷോ എന്താന്ന് വെച്ചാല് ഒരു ക്രൈം കേസിനെ കുറിച്ച് വിവരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അധികം വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി കുറച്ച് മസാല ചേർത്ത് മീഡിയക്കാർ പറഞ്ഞതുപോലെ തന്നെ സന്ധ്യക്ക് അത് പറയേണ്ടവരാണ്. അവൾക്ക് ആ ഒരു കാര്യങ്ങളോടൊന്നും ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് ചെയ്യണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ബോസിനോട് പോയിട്ട് ഇവള് തല്ലുണ്ടാക്കുന്നുണ്ട്. സന്ധ്യക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് നിർത്തണം എന്നായിരുന്നു ആഗ്രഹം. അവൾക്ക് അമർ എന്ന് പറഞ്ഞ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. കുറെ നാളായി ഇവർ പ്രണയത്തിലാണ്. ബോയ് ഫ്രണ്ടിനോടും ബോബിയോടും പറയാണ് അവൾ ഈ ഒരു ജോലി വിടാണെന്നും എന്നിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ് തുടങ്ങാൻ പോവാണെന്നൊക്കെ. ബ്രോഡ്കാസ്റ്റ് മീൻസ് ഫേസ് ഒന്നും കാണിക്കാതെ റേഡിയോയിൽ പറയുന്ന പോലെ സത്യങ്ങൾ മാത്രം സംസാരിക്കുക. അതായിരുന്നു അവളുടെ ഉദ്ദേശം. അതായത് സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുക. സന്ധ്യ എടുത്ത ഈ ഒരു തീരുമാനം ബോബിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവള് മീഡിയയിലെ ജോലി വിട്ടതിന് ശേഷം സന്ധ്യയുടെ കൂടെ കൂടാമെന്ന് വിചാരിക്കുകയാണ്. അമർ കുറെ കാലമായി സന്ധ്യയോട് അവരുടെ കല്യാണ കാര്യത്തെ കുറിച്ച് പറയുന്നത്. അവസാനം സന്ധ്യ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വരാനായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമറും അവന്റെ അച്ഛനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാനായിട്ട് പോകുന്നുണ്ട്. സന്ധ്യയുടെ പോലെ തന്നെ അമറും അവരുടെ വീട്ടിലെ ഒരേ ഒരു പയ്യനായിരുന്നു. അച്ഛൻ നല്ല പാവാണ്, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ അമ്മക്ക് ഇത്തിരി ഗൗരവമുള്ള പോലെയായിരുന്നു. പക്ഷെ അമ്മയോട് മാറി നിന്ന് സംസാരിച്ച സന്ധ്യക്ക് മനസ്സിലാവാണ് അമ്മ വെറും പാവം സ്ത്രീയാണെന്ന്. കല്യാണ ശേഷം വീട്ടിൽ ഒതുങ്ങിപ്പോയ ഒരു പാവം സ്ത്രീ. അതുകൊണ്ട് അമ്മക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കല്യാണ ശേഷം നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആയിരിക്കാമെന്ന് സന്ധ്യ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ കല്യാണം ഉറപ്പിക്കുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി ഒരു ദിവസം ബോബിയുടെ വീട്ടില് അവളും അവളുടെ ബോയ് ഫ്രണ്ടും മരിച്ച നിലയിൽ കിടക്കുന്നതായിട്ട് സന്ധ്യ കാണുന്നുണ്ട്. മരിച്ച നിലയിൽ മീൻസ് ബോബിയെ ആരോ റേപ്പ് ചെയ്ത രീതിയിലാണ് കിടക്കുന്നത്. അത് മാത്രല്ല അവളുടെ അടുത്തായിട്ട് ഒരു മുല്ലപ്പൂവും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് സന്ധ്യക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം ഇന്നേ വരെ ബോബിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പോലും സന്ധ്യക്ക് അറിയില്ലായിരുന്നു. അത് മാത്രല്ല അവര് രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആ ഒരു മീഡിയയില് ബോബിയെ കുറിച്ച് മോശം വാർത്തകളെല്ലാം വന്നോണ്ടിരിക്കുകയാണ്. ബോബി ഒരു പൊട്ട പെണ്ണാണെന്നും ബോയ് ഫ്രണ്ടിനെ ആരും വീട്ടിലില്ലാത്ത സമയത്ത് വിളിച്ചു വരുത്തി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങി വൃത്തികേട് ചെയ്യുന്നതിന്റെ ഇടയിൽ ഏതോ ഒരു സൈക്കോ വന്ന് അവളെ റേപ്പ് ചെയ്തതാണെന്നാണ് മീഡിയയിലൊക്കെ ന്യൂസ് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു കുറ്റം ചെയ്ത ബോബിയാണോ സൈക്കോ ആണോ തെറ്റുകാരെന്ന് വരെ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ന്യൂസ് വന്നതോടുകൂടി സന്ധ്യക്ക് മീഡിയയോട് ഭയങ്കര ദേഷ്യം വരാണ്. അവൾ ആ ഒരു ജോലി വിട്ടതിന് ശേഷം ബ്രോഡ്കാസ്റ്റ് തുടങ്ങുന്നുണ്ട്. ഈ ബോബി കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണമെന്ന് സന്ധ്യ വിചാരിക്കുകയാണ്. അവൾ അതിനു വേണ്ടിയിട്ട് ബോബിയുടെ വീട്ടിൽ ചെന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കുന്നുണ്ട്. എല്ലാ തെളിവും പരിശോധിച്ച സന്ധ്യക്ക് മനസ്സിലാവാണ് മരിക്കുന്നതിന് മുമ്പ് ബോബിയുടെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു റിംഗ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോലീസുകാർക്ക് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ഫുട് പ്രിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവിടുത്തെ വാച്ച്മാന്റെ ഫുട് പ്രിന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടി വാച്ച്മാൻ തന്നെയാണ് അവരെ കൊന്നതെന്ന് ബ്രോഡ്കാസ്റ്റിലൂടെ സന്ധ്യ പറയുന്നുണ്ട്. ഇതിലൂടെ കേസ് അന്വേഷിച്ച ഇൻസ്പെക്ടറും വാച്ച്മാൻ തന്നെയാണ് ആ ഒരു മോതിരവും മാലയും കട്ടതെന്ന് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഒരു വാച്ച്മാൻ ആണ് കൊലയാളി എന്ന് അവർ തീരുമാനിക്കുകയാണ്. പക്ഷെ ആക്ച്വലി ആ ഒരു വാച്ച്മാൻ ആയിരുന്നില്ല കൊലയാളി. യഥാർത്ഥ കൊലയാളി പിന്നീട് സന്ധ്യക്ക് വിളിക്കുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റ് ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ടെന്നും എന്നാ നീ കുറ്റവാളിയെ കൂടി കണ്ടുപിടിച്ചാ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് കൊലകള് ഇനിയും സംഭവിക്കുന്നെല്ലാം പറയുന്നുണ്ട്. ആ ഒരു കോള് സന്ധ്യ റെക്കോർഡ് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇൻസ്പെക്ടർക്ക് അത് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട ഇൻസ്പെക്ടറും ആകെ ഷോക്ക് ആവാണ്. ആ ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് ഇൻസ്പെക്ടർ അവിടെ എത്തുന്നുണ്ടെങ്കിലും അതൊരു അമ്മൂമ്മയുടെ ഫോൺ ആയിരുന്നു. ആ ഒരു അമ്മൂമ്മ അറിയാതെയാണ് സൈക്കോ ഇപ്പൊ കോള് ചെയ്തത്. സന്ധ്യ ഇപ്പോ അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന അമറിന്റെ കൂടെ ഗോദാവരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവാ. അവരുടെ കല്യാണം ഉറപ്പിച്ചിട്ടേക്കാണ്. ഉടനെ തന്നെ അത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവിടേക്കൊന്നും പോകണ്ടെന്നാണ് സന്ധ്യയുടെ വീട്ടുകാർ പറയുന്നത്. എന്നാൽ അമർ ഞാൻ അവളുടെ കൂടെ ഉണ്ടല്ലോ, പേടിക്കണ്ടെന്നും പറഞ്ഞ് സന്ധ്യയായി ഗോദാവരിയിലേക്ക് പോകുന്നുണ്ട്. ഇവൾ എന്തിനാണ് ഇപ്പൊ ഗോദാവരിയിലേക്ക് പോകുന്നതെന്ന് വെച്ചാല് ഇവൾക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിരി പ്രായമുള്ള ഒരു അമ്മയാണ് വിളിച്ചത്. ഈ ഒരു സൈക്കോ കില്ലർ റേപ്പ് ചെയ്ത് കൊല്ലുന്ന രീതിയിൽ ആ അമ്മക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സന്ധ്യയോട് പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയി അന്വേഷിക്കാനാണ് അവളിപ്പോ ഗോദാവരിയിലേക്ക് പോകുന്നത്. അവിടെ ആ ഒരു അമ്മ ഒറ്റക്ക് ഒരു മകനുമായിട്ട് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മയുടെ ഭർത്താവ് പുറത്തു പോയ സമയത്ത് ഒരാള് കബോർഡിന്റെ അടുത്ത് വന്ന് ഒളിച്ചു നിൽക്കാണ്. അയാൾ ഈ അമ്മയെ റൂമിലേക്ക് കൊണ്ടുപോയി വൃത്തികേടെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ അമ്മയുടെ അടുത്ത് ഒരു മുല്ലപ്പൂ വെച്ചതിന് ശേഷം ആ അമ്മയെ കൊല്ലാൻ പോകുന്ന സമയത്ത് അവൾ
അവളുടെ ഭർത്താവ് അവിടേക്ക് വരുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ട സൈക്കോ അവളെ കൊല്ലാതെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതിനുശേഷം ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഭർത്താവ് ഭാര്യയെയും ആ കൈക്കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോവാണ്. അവരുടെ ആ മകനും ഇപ്പൊ വലുതായി ആ ഒരു ഹോട്ടലിൽ തന്നെ ജോലി ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു മകൻ കൈക്കുഞ്ഞായിരിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഇപ്പൊ അവനൊരു വലിയ പയ്യനായിട്ടുണ്ടായിരുന്നു. അതായത് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു കാര്യം നടന്നത്. ഈ ഒരു സൈക്കോ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയെല്ലാം ചെയ്യാൻ തുടങ്ങിയതാണെങ്കിൽ ആ ഒരു സൈക്കോ എത്ര പേരുടെ ജീവൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവുമെന്ന് സന്ധ്യ തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്തുള്ള ന്യൂസ് പേപ്പർ എല്ലാം നോക്കിക്കൊണ്ട് അവൾ എത്ര പേർക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാണ്. ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാനം പോകുമെന്ന് കരുതിയിട്ടാണ് ആരും കംപ്ലൈന്റ് ഒന്നും രജിസ്റ്റർ ചെയ്യാതെ പോയത്. അവരിപ്പോ അവന്റെ അച്ഛന് വയ്യ എന്നും പറഞ്ഞ് സന്ധ്യയോട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അമറിനോട് ഒറ്റക്ക് പോകാനും ഞാൻ വന്നോളാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമറും തിരിച്ചു നാട്ടിലേക്ക് പോകാണ്. ഇപ്പൊ ഇതുപോലെ ഒരു വയസ്സായ ലളിത എന്ന് പറഞ്ഞ അമ്മക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് സന്ധ്യ അറിയുന്നുണ്ട്. ലളിതക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നല്ല സങ്കടം ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ മാമനാണ് സന്ധ്യയോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് ആയി പറയാൻ പറ്റുമോ എന്ന് മാമനോട് സന്ധ്യ ചോദിക്കുമ്പോൾ അയാളും അതിന് സമ്മതിക്കുന്നുണ്ട്. തിരിച്ചുപോയ സന്ധ്യ ബ്രോഡ്കാസ്റ്റിലൂടെ ഈ ലളിതക്ക് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. അവൾ അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി ജീവിക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു സൈക്കോ അവിടെ വന്നതിന് ശേഷം ലളിതയോടും മോശമായിട്ട് പെരുമാറി അവളുടെ അടുത്ത് മുല്ലപ്പൂ വെക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന അവളുടെ കാമുകനെയും ആ ഒരു സൈക്കോ കൊന്നു കളയാണ്. ശേഷം ലളിതയെ കൊല്ലാനായിട്ട് പോകുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. അതായത് ഈ സൈക്കോക്ക് നല്ല ഏജ് ഉണ്ടായിരിക്കണം. അത്രയും വയസ്സിൽ തന്നെ അയാൾ ഈ ഒരു പരിപാടി ഒപ്പിക്കുന്നതാണ്. സന്ധ്യ അപ്പൊ പറയാണ് നമുക്കിടയിൽ തന്നെ ആ ഒരു വയസ്സായ ഒരാള് ജീവിക്കുന്നുണ്ട്. അത്രയും വയസ്സുള്ള ആളാണ് ഈ സൈക്കോ എന്ന് സന്ധ്യ കണ്ടുപിടിക്കുകയാണ്. മീഡിയക്കാര് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതിനെ പറ്റി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ DSP ആയിട്ടുള്ള ഒരാള് ഇത്തിരി വയസ്സായിട്ടുള്ള ആളായിരുന്നു. സന്ധ്യ പോലീസ് ഒന്നല്ലല്ലോ കേസ് തെളിയിക്കാൻ, കേസ് ഞങ്ങ തെളിയിക്കും, ഞങ്ങ സത്യം കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ്. സന്ധ്യക്ക് പക്ഷെ ഇതൊരു വലിയ പ്രഷർ ആയിട്ട് മാറാണ്. സന്ധ്യ നുണ പറയുന്നതാണെന്ന് വരെ ആൾക്കാര് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവള് കണ്ട ഈ സൈക്കോയെ കൊണ്ട് ബാധിക്കപ്പെട്ട ഗോദാവരിയിലെ ആ സ്ത്രീകൾ വന്നിട്ട് മീഡിയയുടെ മുന്നിൽ അവർക്ക് നടന്ന സംഭവങ്ങളെല്ലാം തുറന്നു പറയണമായിരുന്നു. അതിന് സന്ധ്യ ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് മീഡിയയിൽ തുറന്നു പറയാൻ സമ്മതാണോ എന്ന് ചോദിക്കാണ്. എന്നാൽ മാത്രമേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് വിശ്വസിക്കുള്ളായിരുന്നു. അവരില് ചില സ്ത്രീകൾ മാത്രം അതിന് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധ്യ മീഡിയക്കാരെ വിളിച്ച് ആ പെണ്ണുങ്ങളെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. പക്ഷെ അവര് ഓരോരുത്തരായി സന്ധ്യക്ക് വിളിച്ച് ഞങ്ങൾ വരില്ലാന്നും ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മാനം ഇപ്പോ നഷ്ടപ്പെടുമെന്നെല്ലാം പറയാണ്. അതുകൊണ്ട് തന്നെ മീഡിയയുടെ മുന്നിൽ സന്ധ്യ വീണ്ടും നുണച്ചിയാവാണ്. ആ ഒരു സമയത്ത് അവിടേക്ക് റാണി, ലച്ചി എന്ന് പറഞ്ഞ 2 പെണ്ണുങ്ങൾ വരുന്നുണ്ട്. അവർ ഈ ഗോദാവരിയിലുള്ള സ്ത്രീകളായിരുന്നില്ല, വേറെ ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങളായിരുന്നു. പക്ഷെ അവർക്കും ഈ സൈക്കോയെ കൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ മൂവിയുടെ തുടക്കത്തില് റെക്ക ഡാൻസ് കളിക്കുന്ന 2 പെണ്ണുങ്ങളെ കാണിച്ചിരുന്നല്ലോ. അതിൽ ഈ ലച്ചി എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടുകാരിയെ ഈ സൈക്കോ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട്. സന്ധ്യയുടെ ബ്രോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷമാണ് ഈ പെണ്ണുങ്ങൾ ഇപ്പോ സന്ധ്യയെ കാണാനായിട്ട് അവിടേക്ക് എത്തിയത്. അവര് റെക്ക ഡാൻസ് കളിക്കാൻ പോയ ആ ഒരു ഗ്രാമത്തിലെ ഇലങ്ക എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ഒരു വൃത്തികെട്ട മനുഷ്യനാണ്. ആ ഒരു ഗ്രാമത്തിലെ പൊളിറ്റീഷ്യന് ഈ ലച്ചിയുടെ കൂട്ടുകാരിയെ കൊടുക്കാമെന്ന് പറഞ്ഞ അയാള് പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പൊളിറ്റീഷ്യൻ കൂട്ടുകാരിയെ കൊണ്ടുപോകാതെ ലച്ചിയാണ് കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് ഒറ്റക്കുള്ള ആ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് ഈ ഒരു സൈക്കോ വന്നതും അവളെ ഉപദ്രവിച്ച് ഈ മുല്ലപ്പൂ വെച്ച് അവിടെ നിന്ന് പോയതും. അതിനുശേഷം ലച്ചി തിരിച്ചു വരുമ്പോ കൂട്ടുകാരി മരിച്ച നിലയിൽ കിടക്കുന്നതാണ് അവൾ കാണുന്നത്. പക്ഷെ ആ ഒരു കൂട്ടുകാരി മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കി അവളും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ഇതിനെപ്പറ്റി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുമ്പോ അന്ന് അവിടെ പോലീസ് ഇൻചാർജ് ആയിട്ട് ഉണ്ടായിരുന്നത് ഇന്നത്തെ ആ വയസ്സായ ആ DSP അവനായിരുന്നു. അവൻ പക്ഷെ കേസ് എടുക്കാനായിട്ട് വിസമ്മതിക്കാണ്. നിങ്ങൾ റെക്ക ഡാൻസ് കളിക്കുന്ന വൃത്തികെട്ട പെണ്ണുങ്ങളല്ലേ, നിങ്ങൾക്ക് എന്തിനാണ് കേസൊക്കെ എന്നാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു രഹസ്യങ്ങളെല്ലാം അവർക്കുള്ളിൽ തന്നെ നിൽക്കാണ്. ഇപ്പൊ ബ്രോഡ്കാസ്റ്റിലൂടെ ഇത് കണ്ടതിന് ശേഷമാണ് അവർക്ക് ഇത് തുറന്നു പറയാനുള്ള ധൈര്യം വന്നത്. ഈ ഒരു സമയത്ത് സന്ധ്യക്ക് വേറെ ഒരു പെൺകുട്ടി ഒരു കാട്ടിൽ ഇതുപോലെ മരിച്ചു കിടക്കുന്നുണ്ടെന്നും അവളുടെ കാമുകനെയും ഈ ഒരു സൈക്കോ കൊന്നിട്ടുണ്ടെന്ന് മെസ്സേജ് വരുന്നുണ്ട്. അവൾ അവിടേക്ക് പോകാണ്. മീഡിയയിലുള്ള എല്ലാവരും ആ DSPയെ ചെന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു 20 വർഷം മുന്നേ കേസ് എടുക്കാത്തതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. നിങ്ങളും ആ ഒരു സൈക്കോയും തമ്മിൽ എന്താണ് ബന്ധം എന്നെല്ലാം ചോദിച്ചതുകൊണ്ട് തന്നെ ഈ DSPയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു കേസ് അനിത എന്ന് പറഞ്ഞ ഒരു ലേഡി പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. അനിത സന്ധ്യയെ അവരുടെ ടീമിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. സന്ധ്യ അവരുടെ ടീമിൽ ഉണ്ടെങ്കിൽ ഈ കേസ് വേഗം തെളിയിക്കാൻ പറ്റുമെന്ന് അനിത വിശ്വസിക്കുകയാണ്. അൺഒഫീഷ്യൽ ആയിട്ട് അങ്ങനെ സന്ധ്യയെ അവരുടെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. DSPയോട് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് കേസ് എടുക്കാത്തതെന്ന് അനിത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ DSP പറയാണ്, അന്ന് ലച്ചിയെ കൊണ്ടുപോയ ആ ഒരു പൊളിറ്റീഷ്യൻ MLA ആയിരുന്നു. ഈ ഒരു കേസ് അവൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ MLAക്കും അതിന്റെ പണി കിട്ടുമല്ലോ, അതുകൊണ്ടാണ് അവൻ കേസ് എടുക്കാത്തതെന്ന്. അതുപോലെ തന്നെ അന്ന് അവർക്ക് ബ്രോക്കറായി പ്രവർത്തിച്ച ആ ഒരാള് ഇപ്പൊ വലിയൊരു പൊളിറ്റീഷ്യൻ ആണ്. ഇനിയിപ്പോ അവനായിരിക്കും സൈക്കോന്ന്
പോലീസ് ഡിപ്പാർട്ട്മെന്റ് സംശയിക്കുന്നുണ്ട്. റേപ്പ് ചെയ്ത് കൊന്നിട്ട് പോയ ഒരു പെണ്ണിന്റെ ബോഡിയിൽ നിന്ന് ഒരാണിന്റെ മുടി കിട്ടുന്നുണ്ട്. സന്ധ്യ അത് എടുത്ത് DNA ടെസ്റ്റിനായിട്ട് അയക്കാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റെക്ക ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് സന്ധ്യ പോയി അയാളുടെ ടൂത്ത് ബ്രഷ് എടുത്ത് അത് DNA ആയിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റിന് വേണ്ടി അയക്കുന്നുണ്ട്. സന്ധ്യ ഈ ഒരു കേസിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയി ഇരിക്കുന്നോണ്ട് തന്നെ അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന അമറിന് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിന്റെ പേരില് അവർ കാറിൽ പോകുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ ഉണ്ടാവാണ്. സന്ധ്യ ദേഷ്യപ്പെട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ഇപ്പൊ ഈ ഒരു കേസിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആ പൊളിറ്റീഷ്യന്റെ വീട്ടിലേക്ക് സന്ധ്യ പോയി അന്വേഷിച്ചു എന്നുള്ള കാര്യം മീഡിയക്കാർ അറിയാണ്. ഈ കേസ് അന്വേഷിക്കുന്ന അനിത എന്ന് പറഞ്ഞ ലേഡി പോലീസിനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് മീഡിയക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്. ഇതില് യാതൊരു ബന്ധവും ഇല്ലാത്ത, നമ്മളുടെ കയ്യിൽ ഒരു എവിഡൻസ് ഇല്ലാത്ത ഒരാളുടെ വീട്ടിൽ പോയി ഇങ്ങനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് അനിത സന്ധ്യയോട് ചോദിച്ച് അവളെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ ആ കറക്റ്റ് ടൈമിൽ തന്നെ സന്ധ്യ DNA ടെസ്റ്റിന് അയച്ച അതിന്റെ റിസൾട്ട് വരുന്നുണ്ട്. DNA തമ്മില് മാച്ച് അല്ല എന്നറിയാണ്. അനിത വീണ്ടും സന്ധ്യയോട് ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, ആ പൊളിറ്റീഷ്യനെ എൻഗേജ് ചെയ്യിപ്പിക്കരുതെന്നും പറഞ്ഞ് വാൺ ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. സന്ധ്യ കേസിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ അവളുടെ കല്യാണ ഡേറ്റ് അടുത്തിട്ട് പോലും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അമറുമായിട്ട് സന്ധ്യ ഇപ്പൊ വഴക്കിട്ടേക്കാണ്. അതറിഞ്ഞ അമറിന്റെ അച്ഛനും അമ്മയും സന്ധ്യനെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നത് കുറച്ചൊന്ന് മാറ്റി വെക്കാനും ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കല്യാണത്തിന് വേണ്ടിയാണെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ നമുക്കിന്ന് ഷോപ്പിങ്ങിനെല്ലാം പോകാന്ന് പറഞ്ഞ സന്ധ്യയുടെ മനസ്സ് അവര് രണ്ടുപേരും കൂടി മാറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സൈക്കോ പോലീസിനെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചതിന് ശേഷം അവനൊരു പെണ്ണിനെ ഇതുപോലെ November 10th, 2000 കൊന്നിട്ടുണ്ടെന്നും അതിന്റെ തെളിവായിട്ട് എന്തോ റെഡ് ബോക്സിൽ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു മർഡറും കൂടി ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അതിനു മുന്നേ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ പറഞ്ഞ് പോലീസുകാരെ വെല്ലുവിളിക്കാണ് ഈ ഒരു സൈക്കോ. സന്ധ്യ ഇപ്പൊ അവളുടെ അമറിന്റെ ഫാമിലിയുടെ കൂടെ ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. കാട്ടിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ ആ സൈക്കോ കൊന്നു കളഞ്ഞിരുന്നില്ലേ, ആ പെൺകുട്ടി മരിക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സന്ധ്യ ചെയ്യുന്ന ഈ ക്രൈമിനെ കുറിച്ചുള്ള ബ്രോഡ്കാസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ ആ പെൺകുട്ടി പറയുന്നത് ഇങ്ങനത്തെ സൈക്കോകളെ പൊതു സ്ഥലത്ത് വെച്ച് തന്നെ കൊന്നു കളയണമെന്നാണ്. അതുകൊണ്ടാണ് ഒരു പൊതു സ്ഥലത്ത് വെച്ച് തന്നെ ആ ഒരു പെൺകുട്ടിയെ ഈ സൈക്കോ കൊന്നു കളഞ്ഞതെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ട്. അതും ഈ പെൺകുട്ടി വീഡിയോ ഇട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ. ബ്രോഡ്കാസ്റ്റിന് സപ്പോർട്ട് ചെയ്ത ഒരു പെണ്ണിനെ ഇങ്ങനെയാണ് കൊന്നു കളഞ്ഞതെങ്കിൽ ബ്രോഡ്കാസ്റ്റ് തന്നെ നടത്തിക്കൊണ്ടുവരുന്ന സന്ധ്യയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് പോലീസുകാർക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അവരപ്പ തന്നെ സന്ധ്യക്ക് കോൾ ചെയ്തിട്ട് വാൺ ചെയ്യുന്നുണ്ട്. അവളോട് പുറത്തൊന്നും ഇറങ്ങി നടക്കരുതെന്നും വേഗം തന്നെ വീട്ടിലേക്ക് പോകാനായിട്ടും പറയാണ്. അതുകൊണ്ട് തന്നെ അവളും വീട്ടുകാരെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു DYSPനെ കാണുന്നുണ്ട്. അയാൾ അമറിന്റെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ വർത്താനം പറയാൻ സമയമില്ല എന്ന് പറഞ്ഞ് അയാൾ തിരക്കിട്ട് എവിടേക്കോ പോവുകയാണ്. വീട്ടിലെത്തിയ സന്ധ്യ ഈ ബ്രോഡ്കാസ്റ്റിൽ സംസാരിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. സന്ധ്യ വിചാരിച്ചിരുന്നത് ഈ ഒരു സൈക്കോ ഗോദാവരിയിൽ വെച്ചിട്ടാണ് അവന്റെ ആദ്യത്തെ കൊലപാതകങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. പക്ഷെ അതല്ലായിരുന്നു. വേറെ സ്ഥലങ്ങളിലൊക്കെ ഇതിനു മുമ്പ് സ്ത്രീകളെയൊക്കെ അവൻ ആദ്യമേ കൊന്നിട്ടുണ്ടായിരുന്നു. അവൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഓരോ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി പോകുമ്പോ അവിടെയുള്ള സ്ത്രീകളെയാണ് അവൻ കൊന്ന് റേപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പെട്ടെന്ന് സന്ധ്യയുടെ വീടിന്റെ ജനലിലേക്ക് ആരോ കല്ലെടുത്ത് എറിയുന്നുണ്ട്. സന്ധ്യ പുറത്തേക്ക് നോക്കുമ്പോ മുഖം മറിച്ച് ആരോ അവളെ കൊല്ലാനായിട്ട് അവിടേക്ക് വന്നേക്കാണ്. അവര് തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടാവുന്നുണ്ട്. അവസാനം സന്ധ്യ എങ്ങനെയൊക്കെ അവന്റെ മുഖം മൂടി മാറ്റി നോക്കുന്നുണ്ട്. ആ ഒരാളെ കണ്ട സന്ധ്യ ആകെ ഷോക്ക് ആവാണ്. അതന്ന് ഗോദാവരിയിൽ വെച്ച് ഇതുപോലെ ബാധിക്കപ്പെട്ട റാണി എന്ന് പറഞ്ഞ ഒരു അമ്മ ഉണ്ടായിരുന്നില്ലേ, ആ അമ്മക്ക് ഒറ്റ മകനാണുള്ളതെന്ന് പറഞ്ഞില്ലേ, ആ ഒരു മകനായിരുന്നു. അപ്പൊ ആ ഒരു മകനാണോ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പോലീസുകാര് ഡൗട്ട് അടിക്കുന്നുണ്ട്. അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവരെല്ലാം വിചാരിച്ചതുപോലെ ഈ ഒരു പയ്യനായിരുന്നില്ല സൈക്കോ. അവൻ പറയാണ് ഇങ്ങനെ ഈ സ്ത്രീകൾക്കും അവന്റെ അമ്മക്കൊക്കെ നടന്നതുകൊണ്ട് തന്നെ അവന്റെ അച്ഛന് അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി. അത് മാത്രല്ല ഇവൻക്ക് നാട്ടിലെല്ലാം ഭയങ്കര ചീത്ത പേരുമാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അമ്മ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നു പോയതായിരുന്നു. അമ്മ ഇപ്പൊ ആ ഒരു ഓർമ്മകളിൽ നിന്നെല്ലാം മാറി മാറി വന്നോണ്ടിരിക്കുകയാണ്. അതിനിടയില് സന്ധ്യ ബ്രോഡ്കാസ്റ്റ് തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ പേരുകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇവർക്ക് വീണ്ടും ചീത്തപ്പേര് വന്നോണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ത്രീക്ക് മാത്രമല്ല ഈ സൈക്കോ കാരണം ബാധിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളുടെ പേര് സന്ധ്യ ബ്രോഡ്കാസ്റ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് നന്നായി തന്നെ ബാധിക്കുന്നുണ്ട്. നീ ഇല്ലാതായാല് ഈ പറച്ചിലും ഇല്ലാതാവുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു പയ്യൻ കൊല്ലാൻ വന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേട്ട സന്ധ്യ ആ പയ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നാണ്. കാരണം ഈ ഒരു വിഷയം പുറത്ത് അറിയും തോറും ഒരുപാട് സ്ത്രീകൾക്ക് ഇതിന്റെ പേരിൽ നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇതിനെന്താണ് ഒരു വഴിയെന്ന് അവളും ആലോചിക്കുന്നുണ്ട്. അമർ ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കുകയാണ്. ഇതിനുശേഷം സന്ധ്യ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് നിർത്തുന്നുണ്ട്. അങ്ങനെ അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണ ദിവസം അടുത്തു വരാണ്. പോലീസ് ആണെങ്കിൽ ഗോദാവരിയിലോ പിന്നെ ചെറിയ ചെറിയ ഈ സൈക്കോ കൊലപാതകങ്ങൾ ചെയ്തിരുന്ന ഗ്രാമത്തിലെ ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അതായത് ഓരോ നാട്ടിലും ഈ കൊലപാതകം നടന്ന ഡേറ്റില് ഏതൊക്കെ ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ് അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ളത്
എന്ന് പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പേര് മാത്രം ഈ പോലീസ് ഓഫീസേഴ്സിന് ഹൈലൈറ്റ് ആയി കിട്ടുന്നുണ്ട്. ആ ഒരാള് ഈ കൊലപാതകം നടക്കുന്ന എല്ലാ സ്ഥലത്തും ട്രാൻസ്ഫർ ആയി വന്നതായിരുന്നു. അപ്പൊ അയാൾ തന്നെയായിരിക്കും സൈക്കോ എന്ന് പോലീസുകാരും വിചാരിക്കുന്നുണ്ട്. സന്ധ്യക്ക് ഒരു ദിവസം അമറിന്റെ കോൾ വരുന്നുണ്ട്. അവന്റെ അമ്മ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണ് മരിച്ചുപോയി എന്ന് പറയാണ്. സന്ധ്യ വേഗം തന്നെ അമ്മയെ കാണാനായി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് അമ്മായി അച്ഛൻ നന്നായി തന്നെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. തന്റെ ഭാര്യ നഷ്ടപ്പെട്ട സങ്കടം സഹിക്കാൻ അയാൾക്ക് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ സന്ധ്യയുടെ മനസ്സിലൊരു ഡൗട്ട് വരാണ്, ഈ കൊലപാതകത്തിന്റെ പിന്നിലും ആ ഒരു സൈക്കോ ഉണ്ടോന്ന്. സന്ധ്യ അതുകൊണ്ട് തന്നെ അമ്മ ശരിക്കും ടെറസിന്റെ മുകളിൽ നിന്ന് സ്ലിപ്പായി വീണത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്താലോ എന്ന് അമറിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അമർ അവളോട് വല്ലാതെ ദേഷ്യപ്പെടാണ് ചെയ്തത്. ഈ ഒരു സമയത്ത് പോലും നിന്റെ കേസിന്റെ കാര്യമായിട്ട് ഇവിടേക്ക് വരണ്ട, ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് അമർ സന്ധ്യയോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അമ്മായി അച്ഛനും സ്ലിപ്പായി തന്നെ വീണതാണ് മോള്, ഡൗട്ട് അടിക്കേണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് വീടെല്ലാം ക്ലീൻ ചെയ്യുന്നത് സന്ധ്യയായിരുന്നു. സന്ധ്യക്കപ്പം അവളുടെ അമ്മായി അമ്മ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബൊമ്മ കിട്ടുന്നുണ്ട്. അത് പരിശോധിച്ച് അവൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ആഭരണങ്ങളെല്ലാം കിട്ടാണ്. അതിൽ ബോബി ഉപയോഗിച്ചിരുന്ന ഒരു കമ്മൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് സന്ധ്യക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. പോലീസ് ഈ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ നെയിമും ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ അനിതക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യം മനസ്സിലാക്കുന്നുണ്ട്. വേഗം തന്നെ സന്ധ്യക്ക് വിളിച്ച് വാൺ ചെയ്യണമെന്ന് അനിത പറയുന്നുണ്ട്. എന്തിനാണ് ഇപ്പൊ സന്ധ്യക്ക് വിളിച്ച് വാൺ ചെയ്യുന്നതെന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു സൈക്കോ അമറിന്റെ അച്ഛനായിരുന്നു. ട്രാൻസ്ഫർ വാങ്ങി ഓരോ ഗ്രാമത്തിലേക്ക് പോകുന്നത് അമറിന്റെ അച്ഛനായിട്ടുള്ള റാമായിരുന്നു. അനിത വേഗം തന്നെ സന്ധ്യ കോൾ ചെയ്തോണ്ട് എന്റെ അമ്മായച്ചനെ സൂക്ഷിക്കണമെന്നും അവനാണ് സൈക്കോ എന്നും പറയുന്നുണ്ട്. ഈ സമയത്ത് സന്ധ്യ കിച്ചണില് ആ ഒരു അമ്മായച്ചന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ ഈ പോലീസുകാർ ഇങ്ങനെ പറഞ്ഞത് ആ ഒരു അമ്മായച്ചനും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്ധ്യ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവനക്ക് എന്തെങ്കിലും പറ്റുന്ന അവനക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ സന്ധ്യയെ കൊല്ലാനായിട്ട് അവൻ ശ്രമിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ അവിടെ സംഭവിക്കുകയാണ്. ലാസ്റ്റ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ആ അമ്മായച്ചനെ കുത്തിക്കൊണ്ട് സന്ധ്യ അയാളെ കീഴ്പ്പെടുത്തി പോലീസുകാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസുകാരെ എന്തിനു വേണ്ടിയിട്ടാണ് നീ എങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് റാമിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും റാമാണെന്ന് വെച്ചാൽ ഒന്നിനും ഒരു മറുപടിയും പറയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് സന്ധ്യ ഞാൻ അച്ഛനോട് ചോദിക്കാന്നും പറഞ്ഞു വന്ന് ഒരു ഫോട്ടോ എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് റാമിന്റെ ആന്റിയും അങ്കിളും റാമിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയായിരുന്നു. അത് കണ്ട് അവൻ ട്രിഗറായി എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറയാനായിട്ട് തുടങ്ങാണ്. അവന്റെ അമ്മയും അച്ഛനും മരിച്ചതിന് ശേഷം അവന്റെ ആന്റിയുടെ അങ്കിളിന്റെയും കൂടെയാണ് അവൻ ജീവിക്കുന്നത്. ആന്റി അവനെ നന്നായി തന്നെയാണ് നോക്കുന്നത്. നല്ല ഫുഡ് കൊടുക്കും, അവനെ നല്ല സ്നേഹത്തോടു കൂടി നോക്കും. പക്ഷെ അങ്കിള് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ആന്റിയുടെ സ്വഭാവത്തില് വലിയ വ്യത്യാസങ്ങൾ വരാണ്. അവനോട് മോശം രീതിയിൽ ആന്റി പെരുമാറാനായിട്ട് തുടങ്ങാണ്. ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ അവന്റെ ശരീരത്തിൽ തൊടുന്നത് അത്രയും മോശപ്പെട്ട ഒരു കാര്യമാണെന്നാണ് അവൻ കരുതുന്നത്. ഈ ആന്റി ഇങ്ങനെ പെരുമാറുന്നത് റാമിന് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അവൻക്ക് എങ്ങനെ ആന്റിയോട് എതിർത്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം ആന്റി ഇങ്ങനെ വരുന്ന സമയത്ത് അവൻ ആന്റിയെ തട്ടി മാറ്റുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റ് അങ്കിൾ അവിടേക്ക് വരാണ്. ആന്റി ആ സമയം വെയിറ്റ് കമത്താണ്. റാം അവളോട് മോശമായിട്ട് പെരുമാറാൻ നോക്കിന്ന് അങ്കിളിനോട് അവള് പറയാണ്. അതുകൊണ്ട് തന്നെ അങ്കിളും അത് വിശ്വസിച്ച് റാമിനെ തല്ലാനായിട്ട് പോകുമ്പോൾ ദേഷ്യം വന്ന റാമും അങ്കിളിനെ അവിടെ കൊന്നിട്ടിട്ട് നിങ്ങളുടെ ഭാര്യയാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് നിനക്ക് ഇതല്ല വേണ്ടതെന്നും പറഞ്ഞ് ആ ആന്റിയെ റേപ്പ് ചെയ്തതിനു ശേഷം മുല്ലപ്പൂ അവിടെ വെച്ച് ആന്റിയെ കൊന്നു കളഞ്ഞ് അവൻ അവിടെ നിന്ന് നാട് വിട്ടു പോവാണ്. നാട്ടുകാരെല്ലാവരും എന്തോ സംശയത്തെ തുടർന്ന് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു കേസ് ക്ലോസ് ആവാണ്. പിന്നീട് റാം ഏത് പെണ്ണിനെ കാണുമ്പോഴും പ്രത്യേകിച്ച് ഈ ആന്റി ഭരതനാട്യം കളിക്കുന്നുണ്ട് ചിലങ്ക കാണുമ്പോഴെല്ലാം ആന്റിയുടെ ഓർമ്മ വന്നിട്ട് ആ പെണ്ണുങ്ങളെയെല്ലാം അവൻ ഇതുപോലെ കൊല്ലാനായിട്ട് തുടങ്ങാണ്. ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങള്, മോശം പെണ്ണുങ്ങള്, അവരൊക്കെ റാമിനെ കാണുമ്പോൾ ആന്റിയെ ഓർമ്മ വരാണ്. പക്ഷെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു കൊലപാതകം അവൻ ഇപ്പൊ പിടിക്കപ്പെടും എന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവൻ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്തതായിരുന്നു. പിന്നെ ബോബിയെ കണ്ട അവസരം അവൾ ഇതുപോലെ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ വീണ്ടും ഈ ഒരു സൈക്കോ തരം തുടങ്ങാണ് ചെയ്തത്. ഈ ഭാര്യ ഇതെല്ലാം കണ്ടുപിടിച്ചപ്പോൾ അതൊന്നും പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഭാര്യയെയും കൊന്നത്. അവസാനം റാമിന് തക്കതായ ശിക്ഷ ലഭിക്കുന്നുണ്ട്. ബ്രോഡ്കാസ്റ്റിലൂടെ ഇതെല്ലാവരെയും സന്ധ്യ അറിയിക്കുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് കരുതി അമറിനെ അവൾ അവോയ്ഡ് ചെയ്യുന്നില്ല, അവനെ തന്നെ സ്നേഹിക്കാണ്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. വ്യത്യാസമായിട്ടുള്ള ഒരു മൂവി കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് ഈ ഒരു മൂവി OTT കാണാനായിട്ട് ശ്രമിക്കുക. താങ്ക്